ഗുഡ് ആഫ്റ്റർനൂൺ. ഓഡിബിൾ ആവുന്നില്ലേ വോയിസ്? ഓക്കെ, വോയിസ് ഓക്കെ അല്ല എല്ലാവർക്കും? പ്രോബ്ലം ഒന്നുമില്ലല്ലോ? ഓക്കെ 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 ശരി. സോ ഒന്ന് അറ്റൻഡൻസ് പറയുമെന്ന്. അക്ഷയ്, അഞ്ജന, Present, sir. അനുശ്രീ, Present, sir. അഷ്ന, അശ്വിൻ, Present, sir. ഡൊമിനിക്, Present, sir. ആദിൽ, Present, sir. റോഷ്നി, Present, sir. വിഷ്ണു പ്രകാശ്. Present, sir. ഓക്കെ, ഷീസ്. ബാക്കി ആരും എത്തിയില്ല അല്ലേ? ഷീസ് ഉണ്ടോ? ഉണ്ടായിരുന്നില്ല നേരത്തെ ക്ലാസ്സിൽ? ഉണ്ടായിട്ടില്ല ഇവരൊക്കെ? അതോ ഇന്ന് ആബ്സെന്റ് ആയിരുന്നോ? ഓക്കെ, ശരി ശരി. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ തോന്നുന്നു, സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു അല്ലേ? ടൈം പോവുകയാണ്. സോ അവർ ജോയിൻ ചെയ്യട്ടെ. ഓക്കെ, സോ സോ പ്രീവിയസ് ക്ലാസ്സസിലായിട്ട് നമ്മൾ നമ്മുടെ ഫോർത്ത് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ദാറ്റ് ഈസ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റൈറ്റ്സ്. നമ്മുടെ ഫോർത്ത് മൊഡ്യൂള്, അതായത് 2 സെഷൻസ് ആണ്. റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്ന ആദ്യത്തെ ഒരു സെഷനും അതുപോലെ റൈറ്റ്സ് എന്ന് പറയുന്ന രണ്ടാമത്തെ സെഷനും അല്ല. അപ്പൊ അതിൽ നമ്മൾ ആദ്യം ബിഗിൻ ചെയ്തത് ഏതായിരുന്നു? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എഞ്ചിനീയർ ആയിരുന്നു നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് എന്തൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? ഒരു എഞ്ചിനീയറിന്റെ റെസ്പോൺസിബിലിറ്റീസിന് നമുക്ക് മെയിൻ ആയിട്ടും 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് ഇന്റേണൽ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് എക്സ്റ്റേണൽ റെസ്പോൺസിബിലിറ്റീസ് അല്ലെ? ഇന്റേണൽ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു എഞ്ചിനീയർക്ക് അയാളുടെ ഓർഗനൈസേഷന്റെ ഉള്ളിൽ അയാൾ കാണിക്കേണ്ട സെർട്ടൈൻ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റേണൽ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ പെടുത്തുക അല്ലെ? ആൻഡ് അതുപോലെ സെക്കൻഡ് വൺ എക്സ്റ്റേണൽ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എഞ്ചിനീയർക്ക് ടുവേർഡ്സ് ദി ഔട്ട്സൈഡ് വേൾഡ്, അതായത് നമ്മുടെ പബ്ലിക്കിനോട് പുറം ഓർഗനൈസേഷൻ്റെ ഉള്ളിലല്ലാതെ പുറം ലോകത്തോടുള്ള സെർട്ടൈൻ റെസ്പോൺസിബിലിറ്റീസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? എക്സ്റ്റേണൽ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞത്. ഓക്കെ, സോ ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആൻഡ് പിന്നെ നമ്മൾ എന്താ പറഞ്ഞ, ഈ 2 കാറ്റഗറീനെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? ദാറ്റ് ഈസ് ഇന്റേണൽ റെസ്പോൺസിബിലിറ്റീസിനെ നമ്മൾ മെയിൻ ആയിട്ടും 4 ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതുപോലെ എക്സ്റ്റേണലിനെ നമ്മൾ 3 ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? ആൻഡ് അതിൽ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഏതായിരുന്നു? ഇന്റേണൽ റെസ്പോൺസിബിലിറ്റീസ് ആയിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിനെ മെയിൻ ആയിട്ടും 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? അതിൽ ഫസ്റ്റ് വൺ ഏതായിരുന്നു? കൊളീഗിയാലിറ്റി ആയിരുന്നു. സെക്കൻഡ് വാസ് ലോയൽറ്റി ആൻഡ് തേർഡ് വൺ വാസ് റെസ്പെക്ട് ഫോർ അതോറിറ്റി ആൻഡ് ഫോർത്ത് വൺ വാസ് കളക്റ്റീവ് ബാർഗെയിനിങ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിലായിട്ട് ഡിസ്കസ് ചെയ്തത് അല്ലെ? സോ അതോടെ നമ്മൾ ഇന്റേണൽ റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ള ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇനി ഇൻ ടുഡേ ക്ലാസ്സിൽ നമുക്ക് നോക്കാനുള്ളത് എന്ന് പറയുന്നത് നമ്മുടെ നെക്സ്റ്റ് സെഷൻ ആയിട്ടുള്ള എക്സ്റ്റേണൽ റെസ്പോൺസിബിലിറ്റീസ് ആണ്. എക്സ്റ്റേണൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എഞ്ചിനീയേഴ്സ്. ഓക്കെ, സോ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ എക്സ്റ്റേണൽ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു എഞ്ചിനീയർക്ക് ഔട്ട്സൈഡ് വേൾഡിനോടുള്ള റെസ്പോൺസിബിലിറ്റീസ് അല്ലെ? അതായത് ഓർഗനൈസേഷനുള്ളിലല്ലാതെ പബ്ലിക്കിനോടുള്ള റെസ്പോൺസിബിലിറ്റീസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? എക്സ്റ്റേണൽ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയും അല്ലെ? സോ മെയിൻ ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് 3 കേസാണ് പഠിക്കാനുള്ളത്. അതായത് 3 എക്സ്റ്റേണൽ റെസ്പോൺസിബിലിറ്റീസ് ആണ് നിങ്ങൾക്ക് സിലബസിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. സ്ക്രീൻ വിസിബിൾ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ ഓക്കെ ഓക്കെ, സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ ഫസ്റ്റ് എക്സ്റ്റേണൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റി ആണ്.
ഓക്കെ. കോൺഫിഡൻഷ്യാലിറ്റി ചിലപ്പോൾ നിങ്ങൾ കേട്ടിരിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. Confidentiality means keeping the information on the employer and the clients as secret. Information considered desirable to be kept secret is known as confidential information. This information includes how business is run, its product, and which directly affect the ability of the company to compete in the marketplace. Okay. അപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി ആ ഒരു വേർഡിന്റെ എക്സാക്ട് മീനിങ് എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് എന്താ പറയാ, നമ്മൾ ഈ രഹസ്യാത്മകത എന്നൊക്കെ പറയില്ലേ, രഹസ്യാത്മകത എന്നുള്ളൊരു വേർഡ് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ രഹസ്യങ്ങൾ സൂക്ഷിക്കുക, അതാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത്. എക്സാക്ട് വേർഡ് മീനിങ് എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ഈ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് വന്നാൽ കോൺഫിഡൻഷ്യാലിറ്റി എന്താ വെച്ചാൽ, നമ്മളിപ്പം നമ്മളൊരു പെർട്ടിക്കുലർ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഓർഗനൈസേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് റെലവെന്റ് ഇൻഫർമേഷൻ നമുക്ക് അറിയായിരിക്കും അല്ലെ. അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയും അല്ലെ, ഉറപ്പായിട്ട് നമ്മൾ ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്. പക്ഷെ അതെന്താണ്, നമ്മൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല. മറ്റുള്ളവർ അറിയാൻ പാടില്ലാത്ത കമ്പനിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അതൊക്കെ സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. ആസ് എൻ എംപ്ലോയി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ടു കീപ് സച്ച് തിങ്സ് അല്ലെ. ആ കമ്പനിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അതുപോലെയുള്ള കാര്യങ്ങൾ, അതുപോലെയുള്ള റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് സീക്രട്ട് ആയിട്ട് വെക്കുക എന്നുള്ളത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ ആ ഒരു പ്രോസസ്സിനെ, അങ്ങനെ സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ. ദാറ്റ് ഈസ് കോൺഫിഡൻഷ്യാലിറ്റി മീൻസ് കീപ്പിംഗ് ദ ഇൻഫർമേഷൻ ഓൺ ദി എംപ്ലോയർ ആൻഡ് ദി ക്ലയൻസ് ആസ് സീക്രട്ട്. ഓക്കെ. ഇപ്പൊ കമ്പനിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അതിപ്പോ നമ്മൾ പബ്ലിക്കായിട്ട് ചിലപ്പോൾ പബ്ലിക് അറിയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളായിരിക്കാം അല്ലെ. സോ അതുപോലെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയും അല്ലെ. സോ അത് നമ്മൾ ആസ് എൻ എഞ്ചിനീയർ നിങ്ങൾ മസ്റ്റ് ആയിട്ടും എക്സിബിറ്റ് ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്തമാണ് അല്ലെ. കാരണം നിങ്ങളെ കമ്പനിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പുറത്തുള്ളവരൊക്കെ അറിയിച്ചാൽ എന്താണ്, അത് നിങ്ങളെ കമ്പനിയാണ് മോശമായ രീതിയിൽ ഇഫക്ട് ചെയ്യുക അല്ലെ. സോ ആസ് എൻ എഞ്ചിനീയർ അല്ലെങ്കിൽ ആസ് എൻ എംപ്ലോയി ഓഫ് എ പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി, അല്ലെങ്കിൽ ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് സീക്രട്ട് ആയിട്ട് വെക്കുക എന്നുള്ളത്. ഓക്കെ. സോ ആ ഒരു പ്രോസസ്സിനെയാണ്, ഇങ്ങനെ സീക്രട്ട് ആയിട്ട് വെക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയും. ഓക്കെ. അപ്പൊ ഇത് എന്ന് പറയുന്നത് എന്താണ്, ഒരു എഞ്ചിനീയറിന്റെ ഏറ്റവും പ്രൈം ആയിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ എന്താ, ഇൻഫർമേഷൻ കൺസിഡേർഡ് ഡിസൈറബിൾ ടു ബി കെപ്റ്റ് സീക്രട്ട് ഈസ് നോൺ ആസ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ. അപ്പൊ അങ്ങനെ നമ്മൾ സീക്രട്ട് ആയിട്ട് വെക്കുന്ന കാര്യങ്ങളില്ലേ, അതിനെ നമ്മൾ എന്ത് പറയും, കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് പറയും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇല്ലേ, അപ്പൊ അതിനെ നമ്മൾ എന്ത് പറയും, കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് പറയും. ഓക്കെ. അപ്പൊ അതാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ ഏതൊരു പെർട്ടിക്കുലർ ഫേമിൽ വർക്ക് ചെയ്യുന്ന സമയത്തും നമ്മൾ സീക്രട്ട് ആയിട്ട് വെക്കേണ്ട സെർട്ടൻ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. സോ അങ്ങനെ സീക്രട്ട് ആയിട്ട് വെക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുക. അത് നമ്മൾ മസ്റ്റായിട്ടും കാണിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. ആൻഡ് അതുപോലെ അങ്ങനെ കീപ്പ് ചെയ്യുന്ന ഇൻഫർമേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് പറയും. ഓക്കെ. പിന്നെ അത് ജസ്റ്റ് എന്താണെന്നാണ് നെക്സ്റ്റ് സെന്റൻസിൽ പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് ദിസ് ഇൻഫർമേഷൻ ഇൻക്ലൂഡ്സ് ഹൗ ബിസിനസ് ഈസ് റൺ, ഇറ്റ്സ് പ്രൊഡക്ട്സ് and which directly affects the ability of the company to compete in the marketplace. അപ്പൊ അങ്ങനെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ ഇപ്പം നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും. ഇപ്പം നമ്മളിപ്പം ഇപ്പം നിങ്ങളിപ്പോൾ ഒരു പെർട്ടിക്കുലർ കമ്പനിയിൽ അപ്പോയിന്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എംപ്ലോയി ആയിട്ടായിരിക്കും നിങ്ങളെ ആദ്യം അപ്പോയിന്റ്മെന്റ് ചെയ്യുക അല്ലെ. അതായത് നിങ്ങൾക്ക് മുകളിൽ നിന്നുണ്ടാവും എംപ്ലോയർ ഉണ്ടാവും, ആൻഡ് നിങ്ങളുടെ അണ്ടറിലാണ് നിങ്ങളുടെ ക്ലയൻസ് വരിക, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് വരിക അല്ലെ. അപ്പൊ ഈ എംപ്ലോയറിനും കസ്റ്റമേഴ്സിനും ഇടയിലുള്ള ഒരു മീഡിയ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതാണ് നിങ്ങൾ എംപ്ലോയീസ് എന്ന് പറയുന്നത് അല്ലെ, അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത്. എംപ്ലോയി ആയിട്ടാണല്ലോ നിങ്ങൾ അപ്പോയിന്റ്മെന്റ് ചെയ്യുക അല്ലെ. അപ്പോ ഈ എംപ്ലോയറുമായിട്ട് റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ കമ്പനി ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കുറെ റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാവും. അതും ഒരു എംപ്ലോയി എന്ന നിലയിൽ നിങ്ങൾക്ക് അറിയാം അല്ലെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തുകൂടി അറിഞ്ഞിട്ടുണ്ടാവും, നിങ്ങളുടെ അടുത്താണ് ക്ലയൻസ് വന്നിട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സ് എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആരുടെ അടുത്തായിരിക്കും, നിങ്ങളുടെ എംപ്ലോയീസിന്റെ അടുത്തായിരിക്കും. അവരുടെ പേഴ്സണൽ ഇൻഫർമേഷൻസും അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ എല്ലാ കാര്യങ്ങളും
ഷെയർ ചെയ്യുന്നത് ആരുടെ അടുത്തായിരിക്കും? നിങ്ങൾ എംപ്ലോയീസിന്റെ അടുത്തായിരിക്കും അല്ലെ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും, അതായത് ഈ എംപ്ലോയർ ആയിട്ട് അല്ലെങ്കിൽ കമ്പനി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ക്ലയൻസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യാന്നുള്ളതാണ് നിങ്ങളുടെ പ്രൈം ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ ഏതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും? ഈ ഒരു കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മൾ സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യേണ്ട ഇൻഫർമേഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ ക്ലയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ പേഴ്സണൽ ഇൻഫർമേഷൻസും അതുപോലെ തന്നെ അവരുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, അതുപോലെ നമ്മുടെ കമ്പനീന്റെ ഡീറ്റെയിൽസ് അല്ലെ. കമ്പനീന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ്, ഇപ്പം നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ, നമ്മുടെ ബിസിനസിന്റെ സിറ്റുവേഷൻ എന്താണ്, അതുപോലെ തന്നെ നമ്മുടെ കമ്പനി ഒരു പെർട്ടിക്കുലർ കമ്പനി ആകുമ്പോൾ ഉണ്ടാവും ചിലപ്പോൾ ആ കമ്പനീൻ്റെതായിട്ടുള്ള ചിലപ്പോൾ ട്രേഡ് സീക്രട്സ് ഒക്കെ ഉണ്ടാവും അല്ലെ. കമ്പനീൻ്റെ ആയിട്ടുള്ള ചിലപ്പോൾ ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കേണ്ട ഇൻഫോർമേഷൻസ് ആണ്. ഓക്കെ, സോ അതാണ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് കോൺഫിഡൻഷ്യൽ ഇൻഫോർമേഷൻ എന്ന് പറയുന്ന കാര്യം. ഐഡിയ കിട്ടിയോ? കാര്യം മനസ്സിലായോ എന്താന്നുള്ളത്? കോൺഫിഡൻഷ്യാലിറ്റി ഇതിപ്പോ ഏതൊരു ഫീൽഡിൽ പോയാലും അല്ലെങ്കിൽ ഏതൊരു ജോലി ചെയ്യാൻ നിങ്ങൾ പോയാലും നിങ്ങൾ കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. ഔട്ട്സൈഡ് വേൾഡിനോട് നിങ്ങൾ കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി ആണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് അല്ലെ. കാരണം നിങ്ങളെ ട്രസ്റ്റ്, നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ആൾക്കാർ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു ബിസിനസ്സിന് തയ്യാറാവും അല്ലെ. അപ്പൊ അവരുടെ കാര്യങ്ങൾ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ. സോ നിങ്ങൾ മസ്റ്റ് ആയിട്ടും കാണിക്കേണ്ട ഒരു പ്രൈം റെസ്പോൺസിബിലിറ്റി ആണ്. ആസ് എൻ എഞ്ചിനീയർ നിങ്ങൾ കാണിക്കേണ്ട റെസ്പോൺസിബിലിറ്റി ആണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഓക്കെ, സോ ദാറ്റ് ഈസ് കോൺഫിഡൻഷ്യാലിറ്റി. ഓക്കെ, ഇനി നോക്കുക ജസ്റ്റിഫിക്കേഷൻ ഫോർ കോൺഫിഡൻഷ്യാലിറ്റി. ഓക്കെ, സോ ഈ ഒരു സെക്ഷനിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റിഫൈ ചെയ്യുക അല്ലെ, നമുക്കറിയുന്ന കാര്യമാണ്, ന്യായീകരിക്കുക അല്ലെ. സോ ജസ്റ്റിഫിക്കേഷൻ ഫോർ കോൺഫിഡൻഷ്യാലിറ്റി ആണ്. അതായത് ഇവിടെ എന്താന്ന് വെച്ചാൽ, ദിസ് കോൺഫിഡൻഷ്യാലിറ്റി ക്യാൻ ബി ജസ്റ്റിഫൈഡ് ബൈ വാരിയസ് എത്തിക്കൽ തിയറീസ്. ഓക്കെ, സോ നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ എത്തിക്കൽ തിയറീസിനെ പറ്റിയിട്ട് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എത്തിക്കൽ തിയറീസ്, വാരിയസ് എത്തിക്കൽ തിയറീസിനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു എത്തിക്കൽ തിയറീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്ന ഈ ഒരു ടേമിനെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനൊരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനൊരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അല്ലെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ എത്തിക്കൽ തിയറീസ് എങ്ങനെയാണ് ഈ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്ന ഈ ഒരു ടേമിനെ ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ നോക്കുക. According to right-based theory, rights of the stakeholders, right to the intellectual property of the company are protected by this practice. Okay. അപ്പൊ അതിൽ ആദ്യത്തെ തിയറി എന്ന് പറയുന്നത് റൈറ്റ് ബേസ്ഡ് തിയറിയാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ റൈറ്റ് ബേസ്ഡ് തിയറിയിൽ അവിടെ എന്താ നമ്മൾ പഠിച്ചത്? റൈറ്റ് ബേസ്ഡ് തിയറി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അവിടുത്തെ ഏറ്റവും പ്രയോറിറ്റി എന്ന് പറയുന്നത് ഏതിനാണ്? റൈറ്റ്സിനാണ് അല്ലെ. ഓരോ ഇൻഡിവിജ്വൽസിന്റെയും റൈറ്റ്സിനാണ് ആ ഒരു തിയറി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. റൈറ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു തിയറി അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ് ആയിരുന്നു നമ്മുടെ റൈറ്റ് ബേസ്ഡ് തിയറി എന്ന് പറയുന്നത്. അരിസ്റ്റോട്ടിലാണ് പ്രപ്പോസ് ചെയ്തത് അല്ലെ. സോ അതായിരുന്നു റൈറ്റ് ബേസ്ഡ് തിയറി എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ എന്താ പറയുന്നത്? അക്കോർഡിംഗ് ടു ദിസ് റൈറ്റ് ബേസ്ഡ് തിയറി, റൈറ്റ്സ് ഓഫ് ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ്, റൈറ്റ് ടു ദി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓഫ് ദി കമ്പനി ആർ പ്രൊട്ടക്റ്റഡ് ബൈ ദിസ് പ്രാക്ടീസ്. ഈ ദിസ് പ്രാക്ടീസ് എന്നതുകൊണ്ട് ഇവിടെ മീൻ ചെയ്യുന്നത് കോൺഫിഡൻഷ്യാലിറ്റി എന്നുള്ള കാര്യമാണ് കേട്ടോ. ദിസ് പ്രാക്ടീസ് എന്ന് വെച്ചാൽ അവിടെ കോൺഫിഡൻഷ്യാലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ റൈറ്റ് തിയറി എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈ റൈറ്റ്സ് ഓഫ് ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ആരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ റിലേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ, ബന്ധപ്പെട്ടവർ എന്നാണ് നമ്മൾ പറയാം. അതായത് ഇപ്പൊ നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ ആ ബിസിനസ്സായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവില്ലേ? അതിപ്പോ ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ളവരാവാം അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരാവാം, കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ക്ലയൻസ് ആവാം അല്ലെ. സോ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ റൈറ്റ്സ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന, റിലേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് എന്തുണ്ട്? അവരുടേതായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട് അല്ലെ. ആ ബിസിനസിന്റെ മുകളിൽ അവർക്ക് അവരുടേതായിട്ടുള്ള സെർട്ടൈൻ റൈറ്റ്സ് ഉണ്ട്. അപ്പൊ അതുപോലെയുള്ള റൈറ്റ്സ്, അതാണ് റൈറ്റ്സ് ഓഫ് ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയും. അപ്പോൾ അതുപോലെ വേറെ എന്താണ്? റൈറ്റ് ടു ദി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓഫ് ദി കമ്പനി. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി കേട്ടിട്ടുണ്ടോ? ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി
എന്താ മീൻ ചെയ്യുന്നത്? ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എന്താ പറയാ, നമ്മളെ ഇതൊക്കെ പറയാം ഭൗതിക സ്വത്ത് എന്നൊക്കെ പറയില്ലേ നമ്മള്, അതായത് ആ കമ്പനീന്റെ ആ പ്രോപ്പർട്ടി അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കമ്പനി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഇല്ലേ, അതാണ് അതിന്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി വെച്ചാൽ മീൻ ചെയ്യുന്ന ഒരു കാര്യം. അപ്പോ ആ ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, അപ്പൊ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റും അതുപോലെ തന്നെ ഈ റൈറ്റ്സ് ഓഫ് ദി സ്റ്റേക്ക് ഹോൾഡേഴ്സും, ആ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ആ ബിസിനസിന്റെ മുകളിലുള്ള അവകാശങ്ങളും. അപ്പൊ ആ രണ്ട് കാര്യങ്ങളും എന്താണെന്നാണ് പറയുന്നത്, ഈ ഒരു കോൺഫിഡൻഷ്യാലിറ്റിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ആ രണ്ട് കാര്യങ്ങളും നമ്മൾ കോൺഫിഡൻഷ്യൽ ആയിട്ട് കീപ്പ് ചെയ്യണം എന്നാണ് നമ്മുടെ റൈറ്റ് ബേസ്ഡ് തിയറി പറയുന്നത്. ക്ലിയർ ആയോ? ശ്രദ്ധിക്കണേ നിങ്ങൾ. റൈറ്റ് ബേസ്ഡ് തിയറി ഈ ഒരു കോൺഫിഡൻഷ്യാലിറ്റിനെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് ജസ്റ്റിഫൈ ചെയ്യുന്നത് ചോദിച്ചാൽ നമുക്ക് എന്ത് ആൻസർ ചെയ്യാൻ പറ്റും, എങ്ങനെ ഉത്തരം പറയാം? റൈറ്റ് ബേസ്ഡ് തിയറി എന്താ പറയുന്നത്, ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ റൈറ്റ്സ്, അതായത് ഒരു ബിസിനസ്സുമായിട്ട് അസോസിയേറ്റ് ഉള്ള ആൾക്കാർക്ക് ആ ബിസിനസിന്റെ മുകളിലുള്ള റൈറ്റ്സും, അതുപോലെ തന്നെ നമ്മുടെ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, അതിന്റെ ആ സ്വത്തവകാശം എന്ന് പറയാം നമുക്ക്. സോ ആ രണ്ട് കാര്യങ്ങളും എന്താണ്, നമ്മൾ എപ്പോഴും കോൺഫിഡൻഷ്യൽ ആയിട്ട് കീപ്പ് ചെയ്യണം എന്ന ഇൻഫർമേഷൻ ആണ് എന്നാണ് പറയുന്നത്. അത് എപ്പോഴും നമ്മൾ മസ്റ്റ് ആയിട്ടും സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്, ആ രണ്ട് റൈറ്റ്സും. ഓക്കെ, അതാണ് ഈ ഒരു റൈറ്റ് ബേസ്ഡ് തിയറി ഈ ഒരു കോൺഫിഡൻഷ്യാലിറ്റിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഒരു രീതി, അല്ലെങ്കിൽ അത് രണ്ടും തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ആ രണ്ട് റൈറ്റ്സും ആ രണ്ട് കാര്യങ്ങളും നമ്മൾ എപ്പോഴും കോൺഫിഡൻഷ്യൽ ആയിട്ട് കീപ്പ് ചെയ്യണം എന്നാണ് റൈറ്റ് ബേസ്ഡ് തിയറി പറയുന്നത്. ഇതിന്റെ ഒരു ബേസിസിൽ, കോൺഫിഡൻഷ്യാലിറ്റിന്റെ ബേസിൽ, കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ സീക്രട്ട് ആയിട്ട് വെക്കലല്ലേ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും എപ്പോഴും നമ്മൾ കോൺഫിഡൻഷ്യൽ ആയിട്ട് കീപ്പ് ചെയ്യണം എന്നാണ് നമ്മുടെ റൈറ്റ് ബേസ്ഡ് തിയറി പറയുന്നത്. ക്ലിയർ ആയോ? ഇതൊക്കെ ചിലപ്പോൾ നിങ്ങളോട് ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാനേ ചാൻസ് ഉള്ളൂ. എങ്ങനെയാണ് എത്തിക്കൽ തിയറീസ് കോൺഫിഡൻഷ്യാലിറ്റിനെ ജസ്റ്റിഫൈ ചെയ്യുന്നതെന്ന് 3 മാർക്സിനെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, ദെൻ സെക്കൻഡ് വൺ നോക്കുക. ബേസ്ഡ് ഓൺ ഡ്യൂട്ടി തിയറി, എംപ്ലോയേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഹാവ് ഡ്യൂട്ടി ടു കീപ്പ് അപ്പ് മ്യൂച്വൽ ട്രസ്റ്റ്. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ എത്തിക്കൽ തിയറി ഡ്യൂട്ടി തിയറിയാണ് അല്ലേ. അപ്പൊ നമ്മുടെ ഡ്യൂട്ടി തിയറി ആക്ച്വലി എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഡ്യൂട്ടി തിയറി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അവിടെ ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ? ഓരോ ഇൻഡിവിജ്വൽസിനും എന്തുണ്ട്, അവരുടേതായിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ട് അല്ലെ. അതിപ്പം പേഴ്സണൽ ലൈഫിലായാലും അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിലായാലും ഓരോരുത്തർക്കും എന്തുണ്ട്, അവരുടേതായിട്ടുള്ള മസ്റ്റ് ആയിട്ടും ചെയ്തിരിക്കേണ്ട സെർട്ടൈൻ ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പൊ ആ ഡ്യൂട്ടീസിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഡ്യൂട്ടീസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു തിയറി ആയിരുന്നു നമ്മുടെ ഡ്യൂട്ടി ബേസ്ഡ് തിയറി എന്ന് പറയുന്നത്, എത്തിക്കൽ തിയറി അല്ലെ. സോ ഇവിടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഡ്യൂട്ടി ബേസ്ഡ് തിയറി എന്താ പറയുന്നതെന്ന് വെച്ചാൽ, employers and employees have duty to keep up mutual trust. ഓക്കെ, അതായത് എംപ്ലോയീസ്, കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസും അതുപോലെ തന്നെ അവിടുത്തെ എംപ്ലോയറും തമ്മിൽ എന്തുണ്ടായിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ ട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, കാരണം അങ്ങനെ ഒരു മ്യൂച്വൽ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്ത് പോസിബിൾ ആവുള്ളൂ, ഇതുപോലെയുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് കോൺഫിഡൻഷ്യൽ ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, നമ്മൾ മസ്റ്റ് ആയിട്ടും മറ്റുള്ളവരോട് പറയും അല്ലെ. സോ എംപ്ലോയറും എംപ്ലോയീസും തമ്മിൽ ഒരു മ്യൂച്വൽ ട്രസ്റ്റ് എപ്പോഴും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അങ്ങനെ ട്രസ്റ്റ് ഉണ്ടാവുക എന്നുള്ളത് എന്താണ്, എംപ്ലോയറിന്റെയും എംപ്ലോയീസിന്റെയും ഒരു ഡ്യൂട്ടി ആണെന്നാണ് നമ്മൾ ഡ്യൂട്ടി ബേസ്ഡ് തിയറി പറയുന്നത്. ഓക്കെ, ഡ്യൂട്ടി ബേസ്ഡ് തിയറി ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ ട്രസ്റ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളത് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയറിന്റെയും എംപ്ലോയീസിന്റെയും ഡ്യൂട്ടി ആണെന്നാണ് നമ്മുടെ ഡ്യൂട്ടി ബേസ്ഡ് തിയറി പറയുന്നത്. ഓക്കെ, കാരണം അങ്ങനെ ഒരു ട്രസ്റ്റ് നമ്മൾ കീപ്പപ്പ് ചെയ്യെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കൂടെ ചെയ്യാൻ പറ്റുള്ളൂ, ഇൻഫർമേഷൻസ് കോൺഫിഡൻഷ്യൽ ആയിട്ട് കീപ്പ് ചെയ്യാൻ കൂടെ പറ്റുള്ളൂ അല്ലെ. സോ ഇങ്ങനെ ഇൻഫർമേഷൻസ് കോൺഫിഡൻഷ്യൽ ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളതും എന്താണ്, ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ ഓരോരുത്തരും മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കേണ്ട ഡ്യൂട്ടി ആണെന്നാണ് നമ്മുടെ ഡ്യൂട്ടി ബേസ്ഡ് തിയറി പറയുന്നൊരു കാര്യം, അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നൊരു രീതി. ഓക്കെ, അതായത് ഈ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ മസ്റ്റ് ആയിട്ടും ചെയ്തിരിക്കേണ്ട ഡ്യൂട്ടി ആണെന്നാണ് നമ്മുടെ ഡ്യൂട്ടി ബേസ്ഡ് തിയറി സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ഓക്കെ, ഓക്കെ അല്ലേ?
Okay. Then third one നോക്കാം, the utilitarian theory. The utilitarian theory holds good only when confidentiality produce most good to most people. Okay. അപ്പൊ യൂട്ടിലിറ്റാരിയൻ തിയറി നമ്മൾ അവിടെ പഠിച്ചത് എന്തായിരുന്നു? സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ എന്താ പഠിച്ചതെന്ന് വെച്ചാൽ എന്താ, യൂട്ടിലിറ്റാരിയൻ തിയറി പ്രകാരം നമ്മൾ ചെയ്യുന്നൊരു കാര്യം, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് എന്ത് തന്നെയായാലും നമ്മൾ ചെയ്യുന്നൊരു ആക്ഷൻ എപ്പോഴാണ് മോറലി റൈറ്റ് ആണെന്ന് നമ്മൾ പറയുക, ആ ചെയ്യുന്ന കാര്യത്തിന്റെ റിസൾട്ട് മറ്റുള്ളവരുടെ ഹാപ്പിനെസ്സിലേക്കാണ് ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത കാര്യം മോറലി റൈറ്റ് ആണെന്ന് നമുക്ക് പറയാം. ഇനിയിപ്പം നേരെ മറിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യത്തിന്റെ റിസൾട്ട് മറ്റുള്ള ആൾക്കാരുടെ അൺഹാപ്പിനെസ്സിലേക്കാണ് ലീഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യം റോങ് ആണ് എന്നാണ്, മോറലി റോങ് ആണ് എന്നാണ് നമ്മുടെ യൂട്ടിലിറ്റാരിയൻ തിയറി പറയുന്നത്. അല്ല, അങ്ങനെയല്ലേ നമ്മൾ അവിടെ പഠിച്ചത്? മോറലി റൈറ്റ് ആൻഡ് മോറലി റോങ് ആയിട്ട് എപ്പോഴാണെന്നുള്ള കാര്യം, അതാണ് നമ്മുടെ ഒരു യൂട്ടിലിറ്റാരിയൻ തിയറി പറഞ്ഞത്. സോ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എന്താ യൂട്ടിലിറ്റാരിയൻ തിയറി പ്രപ്പോസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നതും അങ്ങനെയുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് എന്താണ്, ഓൺലി വെൻ കോൺഫിഡൻഷ്യാലിറ്റി പ്രൊഡ്യൂസ് മോസ്റ്റ് ഗുഡ് ടു മോസ്റ്റ് പീപ്പിൾ. ഓക്കെ, അതായത് ഈ ഒരു കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്ന കാര്യം എപ്പോഴും എന്തായിരിക്കണം, മറ്റുള്ളവരുടെ ഹാപ്പിനെസ്സിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കണം എന്നാണ് പറയുന്നത്. എങ്കിൽ മാത്രം, അല്ലെങ്കിൽ അതെപ്പോഴും മോറലി റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് നമ്മുടെ യൂട്ടിലിറ്റാരിയൻ തിയറി പറയുന്നത്, അല്ലെ? കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യും, അല്ലെ? അതൊരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, മറ്റുള്ളവരായിട്ട് നമ്മൾ ഷെയർ ചെയ്യില്ല. കോൺഫിഡൻഷ്യാലിറ്റി വരുന്ന ഒരു ഉത്തരവാദിത്ത ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, അല്ലെ? സോ അങ്ങനെ നമ്മൾ കീപ്പപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്തായിരിക്കും റിസൾട്ട്? ആ ഒരു കാര്യം മറ്റുള്ളവരുടെ ഹാപ്പിനെസ്സിലേക്ക് മാത്രമേ ലീഡ് ചെയ്യുള്ളൂ, അല്ലെ? കാരണം നമ്മൾ രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റ് ആയിട്ട് സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതൊരു രീതിയിലും കമ്പനീനെയോ അല്ലെങ്കിൽ പുറത്തുള്ള പബ്ലിക്കിനെയോ ഒരു രീതിയിലും ഇഫക്ട് ചെയ്യില്ല, അല്ലെ? അപ്പൊ അത് ഏതിലേക്ക് മാത്രമേ റിസൾട്ട് ചെയ്യുള്ളൂ? എല്ലാവരുടെയും ഹാപ്പിനെസ്സിലേക്ക് മാത്രമേ റിസൾട്ട് ചെയ്യുള്ളൂ, അല്ലെ? സോ ഈ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്ന കാര്യം എപ്പോഴും എങ്ങനെയായിരിക്കണം, എങ്ങനെയാണെന്നാണ് പറയുന്നത്, എല്ലാ ആൾക്കാരുടെയും ഹാപ്പിനെസ്സിലേക്കാണ് ലീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മോറലി റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് നമ്മുടെ യൂട്ടിലിറ്റാരിയൻ തിയറി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ എത്തിക്കൽ തിയറീസ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്ന ആ ഒരു ടേമിന് കൊടുത്തിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എക്സാമിന് എന്താണ് ജസ്റ്റിഫിക്കേഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതാണ് ആൻസർ ചെയ്യേണ്ട കാര്യം. ക്ലിയർ ആയോ പറഞ്ഞ കാര്യങ്ങൾ? റൈറ്റ് ബേസ്ഡ് തിയറിന്റെ ബേസിസിലും ഡ്യൂട്ടി ബേസ്ഡ് തിയറിയും അതുപോലെ തന്നെ യൂട്ടിലിറ്റാരിയൻ തിയറി. ഓക്കെ ആണോ? ഓക്കെ. പിന്നെ അതുപോലെ ആ ലാസ്റ്റ് സെന്റൻസ് ഒന്ന് നോക്കേ. ഫർദർ, ദി ഫോളോയിങ് മോറൽ പ്രിൻസിപ്പിൾസ് ഓൾസോ ജസ്റ്റിഫൈ ദി കൺസെപ്റ്റ് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി: റെസ്പെക്ട് ഫോർ ഓട്ടോണമി, റെസ്പെക്ട് ഫോർ പ്രോമിസസ്, ട്രസ്റ്റ് വർത്തിനെസ്, റെസ്പെക്ട് ഫോർ പബ്ലിക് വെൽഫെയർ. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ 4 തിയറീസ് എങ്ങനെയാണ് കോൺഫിഡൻഷ്യാലിറ്റിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞു, അല്ലെ? അതുപോലെ എന്താ പറഞ്ഞിട്ടില്ലേ, താഴെ ആ ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ള മോറൽ പ്രിൻസിപ്പിൾസ് ആണ്. അപ്പൊ ആ മോറൽ പ്രിൻസിപ്പിൾസും എന്ത് ചെയ്യുന്നുണ്ട്, ഈ കോൺഫിഡൻഷ്യാലിറ്റിനെ അതിൻ്റെതായ രീതിയിൽ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. പഠിക്കുന്ന സമയം നിങ്ങൾ നോക്കിയാൽ മതി, എത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ആ മോറൽ പ്രിൻസിപ്പിൾസ് എങ്ങനെയാണ് ഈ ഒരു കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്ന ടേമിനെ ജസ്റ്റിഫൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ. അപ്പൊ നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി എന്താണെന്ന് പഠിച്ചു, കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ എന്താണെന്ന് പഠിച്ചു, ആൻഡ് എങ്ങനെയാണ് എത്തിക്കൽ തിയറീസ് അതിനെ ജസ്റ്റിഫൈ ചെയ്തിട്ടുള്ളത് എന്ന കാര്യം കൂടെ പഠിച്ചു, അല്ലെ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എന്താണ്, ഈ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ, അതായത് നമ്മൾ സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യേണ്ട ഇൻഫർമേഷൻ ഇല്ലേ, അതിനെ നമുക്ക് എന്ത് ചെയ്യാം, 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓൺ ദ ബേസിസ് ഓഫ് അക്യൂസിഷൻ. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞിട്ടില്ലേ, ഓൺ ദ ബേസിസ് ഓഫ് അക്യൂസിഷൻ ദി കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻസ് ആർ ഡിവൈഡഡ് ഇൻ ടു 2 ടൈപ്സ്. അക്യൂസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കൈവശപ്പെടുത്തുക എന്ന് പറയില്ലേ, എന്തെങ്കിലും കാര്യങ്ങൾ കൈവശപ്പെടുത്തുക എന്ന് പറയില്ലേ മലയാളത്തിൽ. സോ അതാണ് അക്യൂസിറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും കൈവശപ്പെടുത്തുക എന്നുള്ള ഒരു മീനിങ് ആണ്. കൈവശപ്പെടുത്തുമ്പോഴാണ് നമ്മൾ അക്യൂസിറ്റ് എന്ന് പറയുക. ഓക്കെ, അപ്പൊ ഈ അക്യൂസിഷന്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്, ഈ ഒരു കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ എന്താണ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഇൻഫർമേഷൻ അല്ലേ. അതിപ്പോ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വ്യക്തിയായിരിക്കും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ അയാളാണ് അതിന്റെ അക്യൂസിറ്റ് എന്ന് പറയുന്നത്. അയാൾക്കാർക്കല്ലോ അതിന്റെ കൈവശാവകാശം എന്ന് പറയുന്നത്.
അയാളാണ് അതിന്റെ ഇൻഫർമേഷൻ കോൺഫിഡൻഷ്യാലിറ്റി വെക്കുന്ന ഒരു വ്യക്തി അല്ലെ. അപ്പൊ അങ്ങനെ ഈ ഒരു അക്വിസിഷന്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇൻഫർമേഷൻ നമുക്ക് രണ്ട് രീതിയിൽ പറയാൻ പറ്റും. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രിവിലേജ്ഡ് ഇൻഫർമേഷൻ ആൻഡ് സെക്കൻഡ് വൺ ആണ് പ്രൊപ്രൈറ്ററി ഇൻഫർമേഷൻ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ജസ്റ്റ് ഒന്ന് നോക്കുക. പ്രിവിലേജ്ഡ് ഇൻഫർമേഷൻ അവൈലബിൾ ഓൺലി ഓൺ ദി ബേസിസ് ഓഫ് special privilege such as privilege of being employed on that assignment. The security check is also insisted during the exit from the workplace against the leakage of this type of information. Okay, അപ്പോൾ പ്രിവിലേജ്ഡ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താണ്, കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ഒരു പെർട്ടിക്കുലർ വ്യക്തിന്റെ കയ്യിലാണ് ഉള്ളത് അല്ലെ, അയാൾ കൈവശപ്പെടുത്തിയിട്ടാണ് ഉള്ളത്, അയാളുടെ എക്വിസിറ്റ് ചെയ്തിട്ടാണ് ഉള്ളത് അല്ലെ. അപ്പൊ ആ ഒരു കാര്യം നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമുക്കിപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിൽ നമുക്കത് ആക്സസ് ചെയ്യണമെന്ന് വിചാരിക്കാം. ആ ഒരു സീക്രട്ട് ആയിട്ട് വെച്ചിട്ടുള്ള ഇൻഫർമേഷൻ നമുക്കത് യൂസ് ചെയ്യണമെന്ന് വിചാരിക്കാം, നമുക്കത് ആക്സസ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ പ്രിവിലേജ്ഡ് ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ നമുക്കൊരു സ്പെഷ്യൽ പ്രിവിലേജ് യൂസ് ചെയ്തിട്ട്, പ്രിവിലേജ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ പദവി എന്ന് പറയാറില്ലേ, നമ്മുടേതായിട്ടുള്ളൊരു പദവി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അല്ലെങ്കിൽ ഇപ്പം പവർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, പദവി അതാണ് അതിന്റെ എക്സാക്ട് മീനിങ് എന്ന് പറയും. സോ അതുപോലുള്ള സ്പെഷ്യൽ പ്രിവിലേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷനെയാണ് നമ്മൾ എന്ത് പറയാ, പ്രിവിലേജ്ഡ് ഇൻഫർമേഷൻ എന്ന് പറയാം. ഓക്കെ, ശ്രദ്ധിക്കണേ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് നമ്മുടെ പ്രിവിലേജ് യൂസ് ചെയ്തിട്ട്, അതായത് നമ്മുടേതായിട്ടുള്ള പദവി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, സീക്രട്ട് ആയിട്ട് വെച്ചിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രിവിലേജ്ഡ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അതിന്റെ സെക്കൻഡ് സെന്റൻസ് എന്താ പറഞ്ഞിട്ടില്ലേ, ദ സെക്യൂരിറ്റി ചെക്ക് ഈസ് ഓൾസോ ഇൻസിസ്റ്റഡ് ഡ്യൂറിംഗ് എക്സിറ്റ് ഫ്രം ദി വർക്ക് പ്ലേസ് അഗെയിൻസ്റ്റ് ദി ലീക്കേജ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ. ഓക്കെ, അതായത് നമുക്ക് നമ്മുടെ പദവി യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രിവിലേജ് യൂസ് ചെയ്തിട്ട് അത് ആക്സസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു അല്ലെ. പക്ഷെ അതിന്റെ കൂടെ തന്നെ അവരെന്തുകൂടെ അത് ചെയ്തിട്ടുണ്ടാവും, ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ആ ഇൻഫർമേഷൻ അവരൊരു സെക്യൂരിറ്റി ചെക്ക് കൂടെ അവർ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും. അത് ഓൾറെഡി കൈവശപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരില്ലേ, അവരിൽ നിന്നാണല്ലോ നമ്മളത് ആക്സസ് ചെയ്യുക, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള പ്രിവിലേജ് യൂസ് ചെയ്തിട്ട് നമ്മളത് ആക്സസ് ചെയ്യും അല്ലെ. പക്ഷെ അവർ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ ഇൻഫർമേഷന് ഒരു സെക്യൂരിറ്റി ചെക്ക് കൂടെ ഓൾറെഡി സെക്യൂരിറ്റി കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. കാരണം നമ്മൾ ചിലപ്പോൾ അത് വേറെ ഒരാൾക്ക് ലീക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ചാൻസ് ഉള്ളത് കൊണ്ട് അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, ആ ഇൻഫർമേഷൻ ഒരു സെക്യൂരിറ്റി കൂടി ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതാണ് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്. പ്രിവിലേജ്ഡ് ഇൻഫർമേഷൻ ഓൾവേസ് എന്തായിരിക്കും, സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്, സെക്യൂർഡ് ആയിരിക്കും എപ്പോഴും. ഓക്കെ, അപ്പൊ അതാണ് പ്രിവിലേജ്ഡ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രൊപ്രൈറ്ററി ഇൻഫർമേഷൻ. പ്രൊപ്രൈറ്ററി ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇൻഫർമേഷൻ ദാറ്റ് എ കമ്പനി ഓൺസ് ഓർ ഈസ് ദി പ്രൊപ്രൈറ്റർ ഓഫ് ഈസ് നോൺ ആസ് പ്രൊപ്രൈറ്ററി ഇൻഫർമേഷൻ. അതായത് എന്താ, ഇപ്പം കമ്പനിക്ക് കമ്പനിയുടേതായിട്ടുള്ള സെർട്ടൈൻ സീക്രട്സ് ഉണ്ടാവില്ലേ. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു കമ്പനി എടുത്താൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എടുത്താൽ അവർക്ക് അവരുടേതായിട്ടുള്ള സെർട്ടൈൻ പ്രൊസീജിയേഴ്സോ അല്ലെങ്കിൽ സെർട്ടൈൻ അവരുടേതായിട്ടുള്ള സെർട്ടൈൻ നോളജോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള സെർട്ടൈൻ ടെക്നിക്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ഏതൊരു കമ്പനി ആയാലും ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. ഓരോ കമ്പനിക്കും അവരുടേതായിട്ടുള്ള ഓരോ രീതികളും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ കമ്പനിയുടേതായിട്ടുള്ള അങ്ങനെയുള്ള ആ സീക്രട്ട് ഇൻഫർമേഷനിലെ അല്ലെങ്കിൽ കമ്പനി സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള ആ ഇൻഫർമേഷൻസിനെ, കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷനെയാണ് നമ്മൾ എന്ത് പറയാ, പ്രൊപ്രൈറ്ററി ഇൻഫർമേഷൻ എന്ന് പറയാം. പ്രൊപ്രൈറ്റർ എന്ന് വെച്ചാൽ ഓണർ എന്നുള്ള മീനിങ് അല്ലേ, കമ്പനി സ്വന്തമായിട്ട് ഓൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്പനി തന്നെയായിരിക്കും അതിന്റെ പ്രൊപ്രൈറ്റർ എന്ന് പറയുന്നത്. കാരണം കമ്പനിയാണ് അങ്ങനെ അത് ഡെവലപ്പ് ചെയ്തത് അല്ലെ. അത് മറ്റുള്ള ആരും അറിയാൻ പാടില്ല. കമ്പനിയുടെ സക്സസിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സീക്രട്ട് ഇൻഫർമേഷൻ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷനെയാണ് നമ്മൾ എന്ത് പറയാ, പ്രൊപ്രൈറ്ററി ഇൻഫർമേഷൻ എന്ന് പറയാ. അതിന്റെ ഓണർ അല്ലെങ്കിൽ പ്രൊപ്രൈറ്റർ എന്ന് പറയുന്നത് ആരായിരിക്കും, ആ കമ്പനി തന്നെയായിരിക്കും. ഓക്കെ, ആൻഡ് എന്താ പറയുന്നത്, ഇറ്റ് റെഫേഴ്സ് ടു ദി നോളജ് ആൻഡ് പ്രൊസീജിയേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആൻഡ് ഇൻ ദി ഓർഗനൈസേഷൻ. സം ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ ഈസ് മാർക്ക്ഡ് ആസ് പ്രൊപ്രൈറ്ററി and it is protected legally by the organization from use by others including the employee. Okay, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ, ഈ പ്രൊപ്രൈറ്ററി ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഓൾവേസ് എങ്ങനെയാണ്, ലീഗലി പ്രൊട്ടക്റ്റഡ് ആണ് അല്ലെങ്കിൽ ലീഗലി സെക്യൂർഡ് ആണ്. ഓക്കെ, കാരണം കമ്പനീന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് കമ്പനി തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പ്രൊപ്രൈറ്ററി ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത് മറ്റുള്ളവർ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിപ്പം ആ കമ്പനീന്റെ ഉള്ളിലുള്ള ആൾക്കാർ പോലും
എംപ്ലോയീസ് പോലും യൂസ് ചെയ്യാൻ പാടില്ല. യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനി അതിൻ്റെതായ രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അല്ലേ. സോ ആരും യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കാര്യം എപ്പോഴും ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു ഇൻഫർമേഷൻ. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊപ്പറേറ്ററി ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ് ഈസ് ഓൾവേസ് ലീഗലി പ്രൊട്ടക്റ്റഡ് ആണ് ഓർ ലീഗലി സെക്യൂർഡ് ആണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ടൈപ്സ് ഓഫ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ. ഓക്കെ, സോ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. അക്വിസിഷന്റെ ബേസിസിൽ അല്ലെങ്കിൽ നമ്മുടെ കൈവശപ്പെടുത്തുന്നതിന്റെ ബേസിസിൽ നമുക്ക് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ആർ ഡിവൈഡഡ് ഇൻ 2 കാറ്റഗറീസ്. ഫസ്റ്റ് വൺ ഈസ് പ്രിവിലേജ്ഡ് ഇൻഫർമേഷൻ. പ്രിവിലേജ്ഡ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ആ സ്പെഷ്യൽ പ്രിവിലേജ് അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള പദവി യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് അവൈലബിൾ ആണെങ്കിൽ അങ്ങനെയുള്ള കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷനെയാണ് നമ്മൾ പ്രിവിലേജ്ഡ് ഇൻഫർമേഷൻ എന്ന് പറയും. ആൻഡ് അവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു പോയിന്റ് എന്താ, ഈ പ്രിവിലേജ്ഡ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓൾവേസ് സെക്യൂർഡ് ആയിരിക്കും. കാരണം അത് ലീക്കായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിന്റെ അക്വിസിറ്റിൽ എന്ന് പറയുന്ന ആള് അല്ലെങ്കിൽ കൈവശപ്പെടുത്തിയിട്ടുള്ള ആൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിനൊരു സെക്യൂരിറ്റി കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓൾറെഡി ഇൻസിസ്റ്റ് ആയിരിക്കും അതിൻ്റെ ഉള്ളിൽ. ഓക്കെ, ദെൻ രണ്ടാമത്തെയാണ് പ്രൊപ്രൈറ്ററി ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. പ്രൊപ്രൈറ്ററി ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഏതൊരു കമ്പനിയും സ്വന്തമായിട്ട് ഓൺ ചെയ്യുന്നത് അല്ലെങ്കിൽ കമ്പനി തന്നെ കമ്പനിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സെർട്ടൻ സീക്രട്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പം അവരുടേതായിട്ടുള്ള ടെക്നിക്സോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള വർക്കിംഗ് മെത്തേഡ്സോ പ്രൊസീജിയേഴ്സോ ഒക്കെ ഉണ്ടാവും. സോ അങ്ങനെയുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് നമ്മൾ പ്രൊപ്രൈറ്ററി ഇൻഫർമേഷൻ എന്ന് പറയുക. കമ്പനിക്കായിരിക്കും അതിന്റെ കംപ്ലീറ്റ് അധികാരം എന്ന് പറയും. അപ്പൊ അത് മറ്റുള്ളവർ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കമ്പനിയുടെ ഉള്ളിലുള്ള എംപ്ലോയീസിന് പോലും യൂസ് ചെയ്യാൻ അവർ കൊടുക്കില്ല. അപ്പൊ അങ്ങനെ മറ്റുള്ളവർ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ പ്രൊപ്രൈറ്ററി ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഓൾവേസ് ലീഗൽ പ്രൊട്ടക്ഷൻ കൂടി ഉണ്ടായിരിക്കും, ലീഗലി പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഓക്കെ ആണോ? ക്ലാസിഫിക്കേഷൻ ഓക്കെ ആണോ? ക്ലിയർ ആയോ പറഞ്ഞ കാര്യങ്ങൾ? ഓക്കെ, ഇത് പിന്നെയുള്ളൊരു ചെറിയ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, യു ക്യാൻ സീ ഹിയർ ഇഫക്റ്റ് ഓഫ് ചേഞ്ച് ഓഫ് ജോബ് ഓൺ കോൺഫിഡൻഷ്യാലിറ്റി. ഓക്കെ, ഇത് നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾ ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ കോൺഫിഡൻഷ്യാലിറ്റി എന്താന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അതായത് നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടാവും. അതിനെ സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയാം. ഓക്കെ, ഇപ്പം സപ്പോസ് നമുക്ക് എന്ത് ചെയ്യുന്നു, ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ജോബ് ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് നമുക്ക് വരുന്നത്, ട്രാൻസ്ഫർ ആയി പോകുന്നത് നമ്മൾ വിചാരിക്കാം. ഒരു കമ്പനിയിൽ നമുക്ക് വേറൊരു കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ കിട്ടുന്നു, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ജോബ് തന്നെ ചേഞ്ച് ചെയ്ത് പോകുന്നത് വിചാരിക്കാം. ആ ഒരു ഫീൽഡ് വിട്ടിട്ട് നമ്മൾ വേറൊരു ഫീൽഡിലേക്ക് നമ്മൾ പോകുന്നത് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ ജോബ് ചേഞ്ച് വരുന്ന സമയത്ത് ഈ കോൺഫിഡൻഷ്യാലിറ്റീനെ അത് എങ്ങനെയൊക്കെയാണ് ഇഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നാണ് ജസ്റ്റ് ഇവിടെ പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ കാര്യം എന്താന്ന്? നമ്മൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി കാണിക്കണം, അല്ലെങ്കിൽ അവിടെ നമ്മൾ കോൺഫിഡൻഷ്യൽ ആയിട്ട് കീപ്പ് ചെയ്യേണ്ട ഇൻഫർമേഷൻ ഉണ്ടാവും അല്ലെ. അത് ആ കമ്പനീന്റെ റിലേറ്റഡ് ആയിരിക്കും. ഇപ്പൊ നമുക്ക് ആ കമ്പനിയിൽ നിന്ന് വിട്ടിട്ട് നമ്മൾ വേറൊരു കമ്പനിയിലേക്ക് ജോലിക്ക് പോയാൽ, അല്ലെങ്കിൽ നമ്മൾ ആ ഫീൽഡേ വിട്ടിട്ട് വേറൊരു ഫീൽഡിലേക്ക് ജോലിക്ക് പോയാലും അതെങ്ങനെയാണ് ഈ കോൺഫിഡൻഷ്യാലിറ്റി ഇഫക്ട് ചെയ്യുന്നുള്ളൊരു കാര്യം. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് നോക്കുക. എംപ്ലോയീസ് ആർ ഒബ്ലിജ്ഡ് ടു protect confidential information regarding former employment after a change of job. Okay, അപ്പോൾ ആസ് എൻ എംപ്ലോയി അല്ലെങ്കിൽ ആസ് എൻ എഞ്ചിനീയർ നിങ്ങളുടെ ഒബ്ലിഗേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ആ ഒരു കമ്പനിയുടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ഒബ്ലിഗേഷൻ ആണെന്നാണ് പറയുന്നത് ആസ് എൻ എംപ്ലോയി. ഓക്കെ, സോ അത് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല. നിങ്ങളിപ്പം ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ ജോബ് ട്രാൻസ്ഫർ ആയിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയാലും ആ കോൺഫിഡൻഷ്യാലിറ്റി, ആ പഴയ കമ്പനിയോടുള്ള ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യണം. അല്ലാണ്ട് അത് നിങ്ങൾ പുതിയൊരു സ്ഥലത്ത് പോയിട്ട് നിങ്ങളത് ഒരിക്കലും ലീക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ അങ്ങനെ ലീക്ക് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ആ ഒരു കമ്പനിയോട് എപ്പോഴും കോൺഫിഡൻഷ്യൽ ആയിട്ട് ഇരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ഒബ്ലിഗേഷൻ ആണെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല. ഇപ്പം ചേഞ്ച് ഓഫ് ജോബ് ഉണ്ടായ ഒരു കേസാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ആ കമ്പനിയോട് നിങ്ങൾ ചെയ്യുന്ന ഒരു ക്രൈം ആണെന്ന് നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റും. ഓക്കെ, ദെൻ എന്താ, ദ കോൺഫിഡൻഷ്യാലിറ്റി ട്രസ്റ്റ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയീസ് കണ്ടിന്യൂസ് ബിയോണ്ട് ദി പീരീഡ് ഓഫ് എംപ്ലോയ്മെന്റ്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ ഒരു കമ്പനിയിൽ ജോലി കഴിഞ്ഞ് നമ്മൾ വേറൊരു കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ആയി പോയാലും നമ്മളും ആ കമ്പനിയും തമ്മിലുള്ള ഒരു എംപ്ലോയ്മെന്റ് പീരീഡ് ഉണ്ടല്ലേ, അല്ലെങ്കിൽ ആ ഒരു
ഇതുണ്ടാവില്ല, കമ്പനിയോടുള്ള ഒരു റിലേഷൻ ഉണ്ടാവില്ല, അതൊരിക്കലും അല്ല ഒരു ട്രസ്റ്റ് ഉണ്ടാവില്ല, കോൺഫിഡൻഷ്യാലിറ്റി ട്രസ്റ്റ് ഉണ്ടാവും അല്ലെ. അപ്പോൾ അതൊരിക്കലും എന്താവാൻ പാടില്ല, നമ്മളൊരു ജോലി മാറ്റം കിട്ടി പോയിന്നുകൊണ്ട് ആ ഒരു കാര്യത്തിന് ഒരിക്കലും ഒരു ഇത് വരാൻ പാടില്ല, ഒരു കോട്ടം വരാൻ പാടില്ല. ഓക്കെ, കാരണം ആ ഒരു ട്രസ്റ്റ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. ആൻഡ് പിന്നെന്താ, ബട്ട് ദ എംപ്ലോയി കനോട്ട് ബി ഫോഴ്സ്ഡ് നോട്ട് ടു സീക്ക് എ ചേഞ്ച് ഓഫ് ജോബ്. പക്ഷെ ഇങ്ങനെ ഇൻഫർമേഷൻ കോൺഫിഡൻഷ്യൽ ആയിട്ട് കീപ്പ് ചെയ്യുന്നത് കൊണ്ട് എംപ്ലോയർ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ കമ്പനി ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് വേറൊരു ജോബിന് ട്രൈ ചെയ്യുന്നത് ഒരിക്കലും തടയാനും പാടില്ല. അങ്ങനെ തടയാനുള്ള റൈറ്റും ആ എംപ്ലോയർക്കില്ല, അല്ലെങ്കിൽ കമ്പനിക്കില്ല. കാരണം അത് എംപ്ലോയീസിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് വേറൊരു ജോബ് അന്വേഷിക്കുക എന്നുള്ളത് അല്ലെ. സോ അതും ഒരിക്കലും തടയാൻ പാടില്ല. പക്ഷെ തടയാൻ പാടില്ല. ആൻഡ് അതുപോലെ തന്നെ ഈ എംപ്ലോയീസിന്റെ ഒബ്ലിഗേഷൻ ആണ് എന്ത് എന്ന് പറയുന്നത്, ഇതുപോലെയുള്ള കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ എപ്പോഴും സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളത്. അതിപ്പം ജോബ് ട്രാൻസ്ഫർ ആയി പോയി കഴിഞ്ഞാലും പഴയ കമ്പനി ആയിട്ടുള്ള ഒരു ട്രസ്റ്റ്, കോൺഫിഡൻഷ്യാലിറ്റി ട്രസ്റ്റ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഞാൻ നിങ്ങളുടെ റെഫറൻസിന് വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ് കോൺഫിഡൻഷ്യാലിറ്റിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം. ഓക്കെ ആണോ? കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്ന ടേം ക്ലിയർ ആയോ? ഓക്കെ, സോ അതാണ് നമ്മുടെ എക്സ്റ്റേണൽ റെസ്പോൺസിബിലിറ്റീസിൽ ഫസ്റ്റ് വരുന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, കോൺഫിഡൻഷ്യാലിറ്റി. ഓക്കെ, ദെൻ രണ്ടാമത്തെ കാര്യം, സെക്കൻഡ് റെസ്പോൺസിബിലിറ്റി ആണ് ഒക്യുപ്പേഷണൽ ക്രൈം. ഓക്കെ, അപ്പൊ ഒക്യുപ്പേഷണൽ ക്രൈം ആ ഒരു വേർഡിൽ നിന്ന് തന്നെ ക്ലിയർ ആണ് അല്ലെ. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒക്യുപ്പേഷൻ നമ്മുടേതായിട്ടുള്ള തൊഴിലുണ്ട് അല്ലെ. നമ്മുടെ തൊഴിൽ മേഖലയിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു ഇല്ലീഗൽ ആക്ടിനെയും നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒക്യുപ്പേഷണൽ ക്രൈം ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആസ് എൻ എഞ്ചിനീയർ അല്ലെ, ഏതൊരു ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാലും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഒക്യുപ്പേഷണൽ ക്രൈം കമ്മിറ്റ് ചെയ്യാതിരിക്കുക എന്നത് നമ്മുടെ ഒരു പ്രൈം റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ആസ് എൻ എഞ്ചിനീയർ എന്ന് തന്നെ പറയാം. ആസ് എൻ എഞ്ചിനീയർ നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആണ് എന്ത്, നിങ്ങളൊരു ഫീൽഡിലേക്ക് ജോബിന് ഇറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജോബ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ഒക്യുപ്പേഷണൽ ക്രൈം ഒരിക്കലും കമ്മിറ്റ് ചെയ്യാതിരിക്കുക എന്നത് നിങ്ങളുടെ പ്രൈം ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് ഇവിടെ പറയുന്നത്. സോ അതുകൊണ്ടാണ് റെസ്പോൺസിബിലിറ്റീസിന്റെ കേസിൽ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ വന്നിട്ടുള്ളത്, ഒക്യുപ്പേഷണൽ ക്രൈം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇപ്പം ടൈം ആയതുകൊണ്ട് നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അപ്പൊ നേരത്തെ ഇല്ലാത്തവർ വന്നിട്ടുണ്ടോ? ഷീസ് ഉണ്ടോ ഇവിടെ? ഷീസില്ലേ? ഷീസേ, അറ്റൻഡൻസ് വാങ്ങിച്ചില്ലെങ്കിൽ ആബ്സെന്റ് ഇടുവേ. ഓക്കെ, then ഷാരോൺ, വൈഷ്ണവ്,